ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കണ്ണൻ ആദ്യമായിട്ട് അംഗൻവാടിയിൽ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി 23 കണ്ണൻ്റെ 3ാം പിറന്നാളായിരുന്നു. അപ്പോൾ ഇപ്പോൾ 3 വയസ്സായില്ലേ, അപ്പോൾ ഇന്ന് തൊട്ട് അംഗൻവാടിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കണ്ണനോട് തലേ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു അംഗൻവാടിയിൽ പോകാൻ നാളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ അമൃതപ്പൊടി മേടിക്കാൻ പോകുമല്ലോ, ആ ടൈമിൽ അംഗൻവാടിയിലെ പിള്ളേരൊക്കെ ഭയങ്കര സഹകരണമാണ്. അപ്പോൾ അതേ ആ കണ്ണനെ എണീപ്പിക്കാൻ ഭയങ്കര മടിയാട്ടോ. കാരണം ആൾ 10 മണി വരെയൊക്കെ കിടന്നുറങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എണീപ്പിച്ചു കേട്ടോ. അങ്ങനെ എണീപ്പിച്ചിട്ട് ആളിതേ പല്ല് തേപ്പിക്കാൻ പോവാണ്. അപ്പോൾ പല്ല് തേക്കാനൊക്കെ ആദ്യമൊക്കെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് ഇഷ്ടമാവും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഭയങ്കര ഉത്സാഹമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഉത്സാഹമാണ്. അപ്പോൾ അങ്ങനെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ദോശയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ഞാൻ ദോശയുടെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കണ്ണനെ ഞാൻ കുളിപ്പിച്ചു. അപ്പോൾ ഇത് പുതിയ ഡ്രസ്സാട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ണൻ്റെ ബർത്ത്ഡേ പർച്ചേസിങ്ങിന് പോയപ്പോൾ മേടിച്ച ഡ്രസ്സാണ്. ഇതൊരു നൈറ്റ് ഡ്രസ്സാണ്. നല്ല രസമാട്ടോ കാണാൻ. നല്ലൊരു ബ്ലൂ കളറും അതിൽ ഒരുപാട് ഇത് ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇത് കണ്ണൻ്റെ ബാഗാട്ടോ. ഇത് എൻ്റെ അമ്മ കണ്ണൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. നല്ലൊരു മിക്കി മൗസിൻ്റെ ബാഗാണ്. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. അങ്ങനെ കണ്ണൻ്റെ കുറച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആളോട് പറയുന്നുണ്ട് അംഗൻവാടിയിൽ ചോറ് കഴിക്കണം, ഫുഡ് കഴിക്കണം, ഒക്കെ കിടന്നുറങ്ങണം, പിള്ളേരൊന്നിച്ച് കളിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആൾ ശ്രദ്ധാപൂർവ്വത്തോടെ ശ്രദ്ധിക്കും കേട്ടോ. അങ്ങനത്തെ ഞാൻ ഒരു പെട്ടിയിൽ മഞ്ച എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അംഗൻവാടിയിലേക്ക് പോകല്ലേ, അപ്പോൾ എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ച് മഞ്ച എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് ഞാൻ നേരെ അംഗൻവാടിയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ അംഗൻവാടിയിലേക്ക് പോവാണ്. അപ്പോൾ രാവിലെ ഞങ്ങളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, എന്നാലും ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വെയിലാണ്, പുറത്തിറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അംഗൻവാടിയിലെത്തിയപ്പോൾ ഏകദേശം പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ടൈമിൽ ആ ദിവസം 16 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരോടൊക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ണനും. അപ്പോൾ അവരൊന്നിച്ച് കളിക്കുന്നുണ്ട്. ഈ ടൈമിൽ ടീച്ചർ പറഞ്ഞു, നീ വേഗം എസ്കേപ്പ് ആയിക്കോ, അധികം നിന്നാൽ ഓൻ എന്തായാലും കരഞ്ഞാലും നിർണ്ണയിത്തേ ഞാൻ വേഗം എസ്കേപ്പ് ആവാണ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി കേട്ടോ. ഞാൻ കണ്ണന് അംഗൻവാടി കൊണ്ടുവിട്ടിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയതേയുള്ളൂ. കണ്ണൻ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇറങ്ങുന്ന വരെ ഒരു പ്രശ്നമില്ലായിരുന്നു. ആൾ നല്ല ഹാപ്പി മൂഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നെ എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ടീച്ചർ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇപ്പോൾ എടുത്തെന്ന്. അപ്പോൾ അതിലൊക്കെ നല്ല ഹാപ്പി മൂഡിൽ തന്നെയാണ് ആളുള്ളത്. അപ്പോൾ ഞാൻ ഫോട്ടോ കൊടുക്കാം കേട്ടോ. എവിടെയെങ്കിലും ഞാൻ കൊടുക്കാം ഫോട്ടോ. അപ്പോൾ നല്ല ഹാപ്പി മൂഡിൽ തന്നെയാണില്ല. ഇതിന് 3:30 പോകണം. അപ്പോൾ ബാക്കി കഥയൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ കിതച്ച് വരുന്നത് ഞാൻ കുറച്ച് സമയം നടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ എന്നെ കൂട്ടാൻ വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കിതച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ വിഷമമുണ്ട്. കണ്ണൻ ഇത്രയും ദിവസം നമ്മളൊന്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വാലന്നെയായിരുന്നു കണ്ണൻ. പെട്ടെന്ന് കണ്ണൻ ഇങ്ങനെ അംഗൻവാടിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ വീടൊരു ഉറങ്ങിയ പോലെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ചെറിയ വിഷമമെല്ലാം ഉണ്ട്. പക്ഷേ അവൻ്റെ ഒരു ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇന്നൊരു വൈകുന്നേരം 3:30 കൂട്ടാൻ പോകുമ്പോൾ എന്താ കഥ എന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ കുറേ പിള്ളേരുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നോക്കാം. അതിനിടയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അതായത് എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പിന്നെ എന്നോട് അമ്മ ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞു, ഇത് കണ്ണന് ഭാവിയിൽ കാണിച്ചു കൊടുക്കാമല്ലോ, കണ്ണൻ ആദ്യ ദിവസം അംഗൻവാടിയിൽ പോകുന്ന ജേണിയൊക്കെ കണ്ണന് കാണിച്ചു കൊടുക്കാമല്ലോ, അപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ ഒക്കെ ടൈമിൽ വീഡിയോ എടുത്തരാൻ ആരും ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഭാവിയിൽ കണ്ണൻ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ വെള്ളരിക്ക വറവ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണ്ടത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളരിക്ക വറവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു 1-ാം തരം ചമ്മന്തി ഉണ്ടാക്കി. എനിക്ക് രാവിലെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ നമ്മൾ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ചോറ്, അച്ചാർ, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാങ്ങ ചമ്മന്തി, പിന്നെ വെള്ളരിക്ക വറവ്, പിന്നെ ചക്കക്കുരും, പിന്നെ ഉണക്ക ചെമ്മീനിട്ട ഒരു കറിയും കൂട്ടി ചോറ് കഴിക്കുകയാണ്. നീ കറിഞ്ഞിനെ പോവാന്
അപ്പോഴേ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോഴേ കണ്ണൻ ഭയങ്കര കളിയിലാണ്. അപ്പോൾ കണ്ണൻ്റെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ടൈമിലായിരുന്നു ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. കാരണം ആളെപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ ആളെപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കത്തിന്റെ ചെറിയൊരു പ്രശ്നമൊക്കെ ആൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ രീതിയിൽ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എത്തിയപ്പാട് പിന്നെ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ടീച്ചർ ഒന്ന് നാളെയും വാന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉറക്കിന്റെ ഒരു പ്രശ്നം ആൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഉറക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ ആള് ഭയങ്കര കളിയിലാണ്. അപ്പോൾ ആൾക്ക് കറക്റ്റ് സമയത്ത് ഉറങ്ങണം, കറക്റ്റ് സമയത്ത് എണീക്കണം, അങ്ങനെ ഒരു ശീലമാണ്. ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ഉറങ്ങും കേട്ടോ. ഇപ്പോൾ ഒരു 2 മണിയാകുമ്പോൾ ഉറക്കിയാൽ ഒരു 5:30 വരെ നല്ല രീതിയിൽ ഉറങ്ങും. അപ്പോൾ ഉറക്കേണ്ട ഒരു പെശക്ക് ഉണ്ടായിരുന്നു ആൾക്ക്. വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിള്ളേരൊക്കെ നല്ല കളിച്ചെന്നത് പറഞ്ഞു. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കണ്ണാ 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 നോക്കിയേ 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 ആരോലം കിളിത്തേങ്ങും കണ്ണാ കണ്ണൻ ഇന്ന് അംഗൻവാടിക്ക് പോയിട്ട് എന്തായാലും തിന്നിന്. എന്ത് തിന്ന് പറ. നല്ല ചോറ്, പിന്നെ നുമ്പ ചോറാ? ആ, ഒരു ചോറ് കറി, പിന്നെ കറിയാ? നല്ല കറിയാ? പിന്നെ പിന്നെ വേറെന്തോന്ന്? നോക്കിത് മണ്ണിൽ കളിക്കുന്ന നോക്ക് നോക്ക്. ഈ ചെക്കൻ എന്തോ ചെക്കനപ്പാ. ഇത് വെള്ളമല്ല, മണ്ണ്. ടീച്ചറ് പാട്ട് പഠിപ്പിച്ചനാ? ഏത് പാട്ട്? നല്ല ഡാൻസ് പാട്ടാ. പിന്നെ പഴം തിന്നിനാ? പായസം ഉണ്ടായിനാ? പറ. ഉണ്ടായിനാ? നിന്റെ അപ്പൊ പേരെന്തെന്ന് ചോദിച്ചിട്ടല്ലാരെ? അപ്പൊ എന്ത് പറഞ്ഞേ? ഇവാന് കിച്ചനാ?